മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 91 ദശകത്തിൽ 9 ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ആവൃത്യത്വസ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ഠകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാ മാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തൽപ്രശാന്തി ത്വൽപാദേ ഭക്തിരേവേത്യവദദൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ. ഇതെല്ലതും സുഖദുഃഖങ്ങളും ഒക്കെ തന്നെ മായയുടെ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിത, ഇഷ്ടങ്ങളിൽ തുഷ്ടിയും അനിഷ്ടങ്ങളിൽ ദുഃഖവും ഇല്ലാതെ കണ്ട് അതൊക്കെ മായയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൊന്നഹേന്തോരധിക ശിശിരിതേനാത്മന സഞ്ചരേയ എന്ന് പറയണ്ടായി. ഞാൻ ഇങ്ങനെ സഞ്ചരിക്കാറാവണം എന്ന് പറഞ്ഞു. അങ്ങയുടെ ബോധത്തോടു കൂടിയിട്ട് എനിക്ക് സഞ്ചരിക്കാറാവണം, ഇഷ്ടാനിഷ്ടങ്ങളെ ഒന്നും കണക്കാക്കാതെ കണ്ട് അതൊക്കെ മായാശക്തികളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മായ എന്നെ ബാധിക്കാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഉള്ളത്. ആവൃത്യ ത്വൽസ്വരൂപം ആവൃത്യ, അങ്ങയുടെ ആ സ്വരൂപത്തെ ആവൃത്യ മറച്ചു വെച്ചിട്ട്, ആവരണം ചെയ്തിട്ട് മറച്ചു വെച്ചിട്ട്, അങ്ങയുടെ സ്വരൂപത്തെ, സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപം എന്താണ്? ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളതാണ്. അതിന് കൃഷ്ണൻ്റെയോ രാമൻ്റെയോ വേറെ യാതൊരു തരത്തിലുള്ളതുമില്ല. ആ സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളതായിട്ടുള്ള ഒരു സ്വരൂപം, സച്ചിദാനന്ദാത്മകമായിട്ടുള്ള ഒരു സ്വരൂപമാണ് ഭഗവാനുള്ളത്. അതിനെ മറച്ചു വെക്കണു മായ എന്നുള്ളതാണ്. നമ്മുടെ ആ ആത്മാവ് തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലെല്ലാം ഇരിക്കുന്നതായിട്ടുള്ള ആ ആത്മാവിനെ മറച്ചു വെക്കണു ഭഗവാന്റെ ആ മായ എന്നുള്ളതായിട്ടുള്ള ശക്തി. അപ്പം അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്. ആവൃത്യ ത്വസ്വരൂപം, അങ്ങയുടെ ആ ശരിയായിട്ടുള്ള ഒരു സ്വരൂപത്തെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതും സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതുമായിട്ടുള്ളതായ ആ ഭഗവാന്റെ സ്വരൂപത്തെ മറച്ചു വെച്ചുകൊണ്ട് ആവൃത്യ ത്വസ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിപന്തി. എന്നിട്ട് അതിൽ സ്വന്തം രൂപം മറയ്ക്കണു എന്ന് മാത്രമല്ല, അതിൽ വേറെ ഒരു രൂപം നമുക്ക് കാണിച്ചു തരിക ചെയ്യണത്. എന്ത് രൂപമാണ് കാണിച്ചു തരുന്നത്? ക്ഷിതിജല മരുദാദ്യാത്മന. ക്ഷിതി, ജലം, മരുത്ത്, ആകാശം തുടങ്ങിയതൊക്കെ മരുദാദ്യാത്മന എന്ന് മരുദാദികൾ എന്നൊന്നിച്ചങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. അതായത് പഞ്ചഭൂതങ്ങളായിട്ട് പൃഥിവി, അപ്പ, തേജസ്, വായു, ആകാശം എന്നുള്ള പഞ്ചഭൂതങ്ങളായിട്ട് എന്ന് മാത്രമല്ല, അതിൽ നിന്നുണ്ടാവണതായിട്ടുള്ള മഹാഭൂതങ്ങളായിട്ട്, മഹാഭൂതങ്ങളിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്നതായിട്ടുള്ള ജീവജാലങ്ങൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ, ലതകൾ, കൃമികീടങ്ങൾ, പശുമൃഗാദികൾ, പക്ഷിമൃഗാദികൾ ഒക്കെ ഇങ്ങനെ പല രൂപങ്ങളിലായിട്ട് നമുക്ക് കാണാറാവുള്ളൂ. ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ വിചാരിക്കണം, അല്ലേ? എല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ വാസ്തവമാണ് എന്ന് നമ്മൾ വിചാരിക്കണം. എന്നിട്ട് ഭയം വരുന്നു, അല്ലേ? ഇത് ഈ സിംഹമുണ്ട്, ആ സിംഹം ഭയം, എനിക്ക് ആ സിംഹം നമ്മളെ പിടിച്ചാലോ അല്ലെങ്കിൽ ആന നമ്മളെ പിടിച്ചാലോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭയം നമുക്കുണ്ടാവണം. അങ്ങനെ ഈ ഭഗവാന്റെ സ്വന്തം രൂപം മറച്ചു വയ്ക്കുന്നു ഈ മായ എന്ന് മാത്രമല്ല, അതിൽ വേറെ ഓരോ രൂപങ്ങൾ നമുക്ക് കാണിച്ചു തരും ചെയ്യണു. ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്നു. സ്വതേ നമ്മൾ അതിന് ഒരു ഉദാഹരണം പറയാറുള്ളത് ഇങ്ങനെയാണ്. സാധാരണയായിട്ട് എല്ലാവരും ഇതിലൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, എന്തായാലും ഞാൻ പറയുന്നു. അതായത് ഇപ്പോൾ കയറ്, വഴിയിൽ ഒരു കയറിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്നുണ്ട്. കാറ്റത്ത് കുറേശ്ശെ ഇളകുന്നുണ്ടോ സംശയമുണ്ട്. ഇനി ഒരു സന്ധ്യാസമയമാണ്, തീരെ നല്ല വെളിച്ചമില്ല, തീരെ ഇരുട്ടുമില്ല. ഇതിങ്ങനെ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതിങ്ങനെ കുറേശ്ശെ കാറ്റത്ത് ഇളകുന്നുണ്ടോ എന്നും ഒരു സംശയമുണ്ട്. അത് കാണുമ്പോൾ
പെട്ടെന്ന് നമ്മളങ്ങോട്ട് അധികം അങ്ങോട്ട് നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഓ പാമ്പ് എന്ന് വിചാരിക്കും, അല്ലേ? അപ്പം അവിടെ ഉള്ളതായിട്ടുള്ള രൂപം എന്താണ്? ശരിക്കും കയറാണ് അവിടെ ഉള്ളത്. ആ കയറിൻ്റെ രൂപത്തിനെ മറച്ചു വയ്ക്കണം. ആ കയറിൻ്റെ രൂപം നമ്മൾ കാണുന്നില്ല, ആ കയറാണെന്നുള്ളത് നമ്മൾ അറിയണില്ല. ആ കയറിൻ്റെ രൂപത്തിനെ മറച്ചു വെച്ചിട്ട് അവിടെ വേറൊരു രൂപം അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാണ്. എന്തിൻ്റെ രൂപം? പാമ്പിൻ്റെ രൂപം. പാമ്പാണെന്ന് നമ്മൾ അതിനെ കണ്ട് വിചാരിക്കണം. വാസ്തവത്തിൽ അവിടെ പാമ്പുണ്ടോ? ഇല്ല, കയറ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കയറ് കണ്ടിട്ട് നമ്മൾ പാമ്പാണെന്ന് വിചാരിക്കണം. അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, കയറ് എന്നുള്ളതായിട്ടുള്ള യഥാർത്ഥ രൂപം മറയ്ക്കണു. അതിന് ആവരണ ശക്തി എന്ന് പറയും. സ്വതവേ ഉള്ളതായിട്ടുള്ള രൂപത്തിനെ മറയ്ക്കണേന് ആവരണം എന്നുള്ളതായിട്ടുള്ള ശക്തി. അതിൽ വേറൊരു ഇതിനെ ധർമ്മത്തിനെ പ്രൊജക്റ്റ് ചെയ്യണം. അതായത് കയറ് പാമ്പ് എന്നുള്ളതായിട്ടുള്ള രൂപത്തിനെ നമുക്ക് കാണിച്ചു തരുന്നു. ഇതിനെ മറയ്ക്കണമെന്ന് മാത്രമല്ല, മറ്റൊരു പാമ്പിൻ്റെ രൂപം നമുക്ക് കാണിച്ചു തരണം. ഈ കാണിച്ചു തരണതായിട്ടുള്ള രൂപത്തിനെയാണ്, ആ ശക്തിയെ ആണ് വിക്ഷേപശക്തി എന്ന് പറയണത്. ഇങ്ങനെ മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ആവരണശക്തി, ഒന്ന് വിക്ഷേപശക്തി. ആ സ്വതയുള്ളതായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ രൂപം മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ശക്തിക്ക് ആവരണശക്തി എന്ന് പറയും. അതിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രൂപം കാണിച്ചു തരുന്നതായിട്ടുള്ള ശക്തിക്ക് അതിനെയാണ് വിക്ഷേപശക്തി എന്ന് പറയണത്. ഇതിനെയാണ് സാധാരണയായിട്ട് ഉദാഹരണമായിട്ട് രജ്ജു സർപ്പം എന്നുള്ളതായിട്ടുള്ള ഒരു രജ്ജു സർപ്പന്യായം എന്നാണ് പറയുക അതിനെ. രജ്ജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ് രാത്രി വഴിയിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കയറ് ഒന്ന് ചിലപ്പോൾ കാറ്റത്തൊന്ന് ഇളകിയെന്ന് വരും. രാത്രിയാവില്ല, നല്ല ചെറിയ വെളിച്ചം ഉണ്ടാവുള്ളൂ. സന്ധ്യ കഴിഞ്ഞു, അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമയത്ത് വഴിയിൽ കയറ് കിടക്കുന്നത് കണ്ടു വെച്ചാൽ പെട്ടെന്ന് നമ്മളത് കണ്ടാൽ പാമ്പാണെന്ന് വിചാരിക്കും. സ്വതേ പാമ്പ് അവിടെ ഇല്ല, അവിടെ ഉള്ളത് എന്താണ്? കയറാണുള്ളത്. അപ്പോൾ ആ കയറ് എന്നുള്ളതായിട്ടുള്ള രൂപത്തിനെ മറച്ചു, അല്ലേ? ആ കയറ് എന്നുള്ളത് മറച്ചു, നമ്മൾ പാമ്പാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ കയറ് എന്നുള്ളതായിട്ടുള്ള രൂപത്തിനെ മറയ്ക്കണു. ആ ശക്തിക്ക് ആവരണ ശക്തി എന്ന് പറയും. ഇനി അതിൽ പാമ്പിൻ്റെ രൂപം പ്രദർശിപ്പിക്കണം, ആ ശക്തിക്ക് വിക്ഷേപശക്തി എന്ന് പറയും. ഇങ്ങനെ മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട്, ആവരണ ശക്തി എന്നും വിക്ഷേപശക്തി എന്നുമുള്ളതായിട്ടുള്ള രണ്ട് ശക്തികൾ. ഈ രണ്ട് ശക്തികളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലുണ്ടാവണത് എന്നാണ്. ബ്രഹ്മത്തിൻ്റെ കാര്യത്തിലും, ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അത് നമുക്ക് അനുഭവിച്ച് മാത്രം അറിയാവുന്ന ഒന്നാണ്. ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെ മറച്ചിട്ട് അത് മായയുടെ ആവരണശക്തി കൊണ്ടാണ് മറയ്ക്കണത്. മായയ്ക്കാണ് ഈ ആവരണശക്തി, വിക്ഷേപശക്തി എന്നുള്ളതായിട്ട് രണ്ട് ശക്തികളുള്ളത് മായയ്ക്കാണ്. ഈ മായ കൊണ്ട് ഭഗവാന്റെ സ്വരൂപം മറയ്ക്കണു. എന്നിട്ട് ആ ഭഗവാനിൽ പ്രപഞ്ചാത്മകമായിട്ടുള്ള ആ ഒരു സ്വരൂപം നമുക്ക് കാണിച്ചു തരുന്നു. അത് വിക്ഷേപശക്തി. സത്യത്തിനെ മറയ്ക്കുന്നത് ആവരണശക്തി. ആ സത്യത്തിൽ ഇല്ലാത്തതായിട്ടുള്ള വേറെ ഒന്നിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് വിക്ഷേപശക്തി. അപ്പം ഇങ്ങനെ ഈ മായ കൊണ്ടാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളതിൽ കാണുന്നത് ഭഗവാന്റെ മായയുടെ വിക്ഷേപശക്തി കൊണ്ട് കാണുന്നു. ആവരണശക്തി കൊണ്ട് അതിൻ്റെ സ്വരൂപത്തെ മറയ്ക്കണു. അത് നമുക്ക് കാണാൻ പറ്റണില്ല. അതാണ് ഇവിടെ പറയണത്. ജീവാൻ ഇങ്ങനെ ക്ഷിതിജലം മരുതാദ്യാത്മനാ വിക്ഷിപന്തി. ക്ഷിതിജലം മരുത്ത് തുടങ്ങിയതായിട്ട്, അതായത് പഞ്ചഭൂതാത്മകമായിട്ടും അതിലുള്ളതായിട്ടുള്ള പഞ്ചഭൂതങ്ങളിൽ ഉണ്ടാവുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിലെ മറ്റ് വസ്തുക്കളായിട്ടുമൊക്കെ അതിനെ വിക്ഷേപിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ആ ശക്തിയെയാണ് വിക്ഷേപശക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വരൂപം മറച്ച് ഈ പ്രപഞ്ചത്തിനെ അതിൽ കാണിച്ചു തന്നിട്ട് ജീവജാലങ്ങളെ ജീവാത്മാക്കളെ ഈ അതിൽ നമുക്ക് ഭഗവാന്റെ തന്നെ ഭാഗമായിട്ടുള്ളതായിട്ടുള്ള ഈ ജീവാത്മാക്കളെ എന്തു ചെയ്യുന്നു? ദുഃഖജാലേ ക്ഷിപന്തി, ദുഃഖിപ്പിക്കുന്നു. അതായത് നമുക്ക് ഓരോരോ കഷ്ടങ്ങളുണ്ടെന്ന് തോന്നുകയാണ്. നമുക്ക് വിശപ്പിട്ട ദാഹമുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ അച്ഛനമ്മമാരാണ്, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഇങ്ങനെ അല്ലെങ്കിൽ കുട്ടികൾക്ക് സുഖക്കേട് വന്നു, ഇങ്ങനെ ഓരോരോ ദുഃഖങ്ങൾ ഇതൊന്നും ഇല്ലാത്തതാണ്, ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണതാണ്. ഇതൊക്കെ ഈ മായ കാണിച്ചു തരണതാണ് എന്നാണ്. അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ഈ ദുഃഖജാലത്തിൽ നമുക്ക് ജനനം മരണം എന്നുള്ളതായിട്ടുള്ള പിന്നെ ആവർത്തിച്ചു കൊണ്ടുണ്ടാവുന്നു. നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ഓരോന്ന് ചെയ്യിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്നു.
ഇങ്ങനെ ഈ ദുഃഖജാലത്തിൽ നമ്മളെ വീഴ്ത്തുന്നതായിട്ടുള്ള ആ മായാശക്തി മാ അഭിഭൂത് മാം, എന്നെ അഭിഭവിക്കരുതേ, എന്നെ കീഴ്പ്പെടുത്തരുതേ എന്ന് പറയാണ്. ഐ ഭുവനപതേ, അല്ലയോ ഭുവനപതേ, ഭുവനത്തിന് മുഴുവൻ പതിയായിട്ടുള്ളവനെ, ആ മായ, അങ്ങയുടെ ആ മായ എന്നെ വശത്താക്കരുത് എന്ന് പറയാണ്. ത്വൽപാദേ, ആ മായ ഇല്ലാണ്ടാവാൻ, അതിൻ്റെ ശക്തി എന്നിൽ പ്രഭാവം ഇല്ലാതിരിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ, ത്വൽപാദേ ഭക്തിരേവ, അങ്ങയുടെ പാദങ്ങളിൽ ഉള്ളതായിട്ടുള്ള ഭക്തി ഒന്ന് മാത്രമാണ് അതിന് വഴി എന്ന് പറയാം. ഭക്തിരേവ ഇതി അവദത് ഐ വിഭോ, അല്ലയോ വിഭോ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, എനിക്ക് അതിനുള്ളതായിട്ടുള്ള മാർഗം ഒന്നേ ഉള്ളൂ. എന്താണ്? ത്വൽപാദേ ഭക്തി ഏവ, അങ്ങയുടെ പാദങ്ങളിലുള്ളതായിട്ടുള്ള ഭക്തി ഒന്നു മാത്രമാണ് ഈ മായ എന്നെ തോൽപ്പിക്കാതിരിക്കാനുള്ളതായിട്ടുള്ള ഒരു മാർഗം എന്ന് പ്രബുദ്ധ സിദ്ധയോഗി അവദത്ത്. പ്രബുദ്ധൻ എന്നു പേരായിട്ടുള്ള ആ സിദ്ധയോഗി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആരോട്? വിദേഹരാജാവിനോട്, ജനകരാജാവിനോട്, ജനകമഹാരാജാവിനോട്. പണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നതായ മയോഗികളിൽ ഒരാളായിട്ടുള്ള ഈ പ്രബുദ്ധൻ എന്നുള്ളതായിട്ടുള്ള സിദ്ധയോഗി ഇങ്ങനെ പറയുണ്ടായിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് ഭഗവാന്റെ ഈ മായാശക്തിയിൽ നിന്ന് മോചനം കിട്ടാനായിട്ടുള്ള വഴി ഭക്തി മാത്രമാണ് എന്ന് പറയുകയാണ്. ഈ സിദ്ധയോഗി എന്ന് പറഞ്ഞാൽ ഈ ദശകത്തിൽ മുഴുവനെ ആ ഭാഗവതത്തിലുള്ളതായിട്ടുള്ള ഈ നവയോഗികൾ 9 യോഗികളാണ്. 9 ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാർ രാജാവിനെ കാണാൻ, വിദേഹരാജാവിനെ കാണാൻ വന്നിട്ട്, അപ്പം അവർ പറയണത്, അവരുടെ ഉപദേശമാണ് ഭാഗവതത്തിൽ ആ നവയോഗികളുടെ സംവാദം, വിദേഹരായിട്ടുള്ള സംവാദം. അദ്ദേഹം ഓരോരോന്ന് ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി അവർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൽ ഈ പ്രബുദ്ധൻ എന്നുള്ളതായിട്ടുള്ള യോഗിയാണ് ഇത് പറയണത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ പ്രബുദ്ധൻ എന്നു പേരായ സിദ്ധയോഗി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ആവൃത്യ ത്വൽസ്വരൂപം, അങ്ങയുടെ ആ സ്വരൂപത്തെ, അങ്ങയുടെ സ്വതയുള്ളതായിട്ടുള്ള ആ രൂപത്തെ മറച്ചുകൊണ്ട് ക്ഷിതിജല മരുതാധ്യാത്മന വിക്ഷിപന്തി, ക്ഷിതിജലം, മരുത്ത് തുടങ്ങിയതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ വിവിധ ഭൂതങ്ങളും അവയിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള വസ്തുക്കളുമായിട്ട് വിക്ഷിപന്തി, അത് ഭഗവാന്റെ രൂപത്തിൽ മറച്ചുകൊണ്ട് അതിലിങ്ങനെ അതിനെ പ്രദർശിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഈ പ്രപഞ്ചാത്മകമായിട്ട് അതിനെ കാണിക്കണു, ഭഗവാന്റെ രൂപത്തെ മറച്ചുകൊണ്ട്. അങ്ങനെയുള്ളതായി എന്നിട്ട് ചെയ്തിട്ട് എന്താ ചെയ്യണേ? മറയ്ക്കാതെ എന്തിനു വേണ്ടിയിട്ടാ? എന്നിട്ട് ജീവന്മാരെ, ജീവാത്മാക്കളെ ഭൂയിഷ്ഠ കർമാവലി വിവശഗതിൻ, അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കണു. കർമാവലികൾ, അനവധി കർമ്മങ്ങൾ ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണതാണെന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കണു. എന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കണു. അങ്ങനെ എന്നിട്ട് വൈവശ്യം സംഭവിക്കണു. ചിലത് നല്ലത് ചെയ്യും, ചീത്ത ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ദുഃഖജാലത്തിൽ ആ ദുഃഖ സമൂഹം തന്നെയാണ് ഉണ്ടാവണത്. അങ്ങനെ ക്ഷിപന്തി, ഞങ്ങളെയൊക്കെ എറിഞ്ഞ് കളയുന്നതായിട്ടുള്ള അങ്ങയുടെ ആ മായാശക്തി മാ അഭിഭൂത് മാം, എന്നെ അഭിഭവിക്കാതിരിക്കട്ടെ, എന്നെ തോൽപ്പിക്കാതിരിക്കട്ടെ. അതിന് എന്തു വേണം? ത്വൽപാദേ ഭക്തിരേവ, അതിന് ത്വൽപാദങ്ങളിലുള്ളതായിട്ടുള്ള ഭക്തി ഒന്നു മാത്രമാണ് അതിന് കൽപ്പതേ, ശക്തമാകുന്നത്, പ്രാപ്തമാകുന്നത് എന്ന് അവദത് പറഞ്ഞു. ആര്? സിദ്ധയോഗി പ്രബുദ്ധൻ എന്നു പേരായ ആ സിദ്ധയോഗി പണ്ട് പറഞ്ഞിട്ടുണ്ട് ജനക മഹാരാജാവിനോട് എന്ന് പറയുകയാണ്. അപ്പോൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് ഈ മായയിൽ എന്നെ വീഴ്ത്താതിരിക്കൂ, അങ്ങ് എനിക്ക് ഭക്തി, അതിന് വേണ്ടതായിട്ടുള്ള ആ ഭക്തി, ഇതിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു വഴിയുള്ളൂ ഭക്തി, ആ ഭക്തി എനിക്ക് നൽകിയാലും എന്ന് ഭക്തിരിപ്പാടും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആവൃത്യത്വസ്വരൂപം ക്ഷിതിജലമരുതാധ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ഠകർമാവലിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാ മാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശന്തി ത്വത്പാദേ ഭക്തിരേവേത്യവദദൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നിൻ രൂപം മൂടിവെച്ച ധരജല പവനത്തോന്നലുണ്ടാക്കിയുള്ളിൽ മുജ്ജന്മകർമ്മഭാരാൽ ദുരിത വിവശമായി
ജന്തുലോകത്തെ ആഴ്ത്തും നിന്മായ എന്നെ ഈശ ജഗദധിപതയെ തീണ്ടൊല രക്ഷ കിട്ടാൻ നിൻ പാതേ ഭക്തിയൊന്നേ വഴി അരുളി യോഗിവര്യൻ പ്രബുദ്ധൻ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.